അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 7. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. റവാഹുൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും അള്ളാഹുടെ നീ പേടിക്കണു. ഹദീസിലെ ഒന്നാമത്തെ വാക്യത്തെ അർത്ഥാണത്. വഅത്ബിഇസ്സയ്യിഅത്തൽ ഹസനത, ഒരു തപ്പാക്കിയെങ്കിൽ ഉടനെ നീ നല്ലൊരു കാര്യം ആക്കണു. തംഹുഹ, ഈ നല്ല കാര്യ തപ്പുടെ മായ്ച്ചു കളയിട്. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, മനുഷ്യന്മാരൊട്ടിಗೆ നല്ല സ്വഭാവത്തിൽ നീ പെരുമാറണു. ഈ ഹദീസിലുള്ള 3 വാക്യ ചെറിയ ഹദീസാണ്. ഏറ്റവും കൂടുതൽ അർത്ഥവും ആശയവും നമുക്ക് എത്രയും ചൊല്ലാൻ പറ്റിയ, വിശദീകരിക്കാൻ പറ്റിയ വലിയ ആശയമുള്ള അങ്കത്തെ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടുള്ളത്. ഒന്നാമത്തത് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെ ഇന്നെങ്കും അള്ളാഹുടെ പേടിക്കണു. മനുഷ്യന്മാരല്ല പേടിക്കണായ, സൃഷ്ടികർത്തനായ, നിന്റെ സൃഷ്ടിച്ച എല്ലാ ടൈമിലും നിന്റെ കണ്ടുകൊണ്ടുള്ള, നിന്റെ നിരീക്ഷിച്ചുകൊണ്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നീ പേടിക്കണു. മനുഷ്യന്മാരെ പേടിച്ചിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യന്മാരെ പേടിക്കട, അള്ളാഹുടെ പേടിക്കില്ലാണ്ടായെങ്കിൽ ഒരിക്കലും വിജയിക്കൂ സാധ്യയില്ല. മനുഷ്യന്മാർക്ക് ചിലപ്പോൾ അങ്ങനെ കണ്ണ് തപ്പാട്ടിട്ട് എന്തു ആക്കാം. അതേ സമയത്ത് അള്ളാഹുടെ നിരീക്ഷയുടെ പുറത്തു പോയിട്ട് ഒന്നും ആക്കൂ സാധ്യയില്ല. ഖുർആൻ ചെന്ന പോലെ യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ, മനുഷ്യന്മാരെ കണ്ണുകൊണ്ട് അങ്ങ് കട്ടു നോക്കുന്നത് വരെ അള്ളാഹു ഗൊന്തുണ്ടു. അങ്ങനെ ഹൃദയത്തെ ഉള്ള എല്ലാ വിഷയവും അള്ളാഹു ഗൊന്തുണ്ടു. അപ്പൊ ഈ രൂപത്തിൽ മനുഷ്യരെ പടച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൂർണ്ണമായിട്ടും അറിയില്ല. അപ്പൊ അങ്ങനത്തെ അള്ളാഹുടെ ഭയപ്പെടണുണ്ട്. എവിടെ ആയെങ്കിലും, ഏത് പാറക്കല്ലുടെ ഉൽഗത്തെ പോയിട്ട് തെറ്റാക്കിയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഗൊന്താവിടും. ഏത് ബാധലടിച്ചിട്ട് നീ തപ്പാക്കിയെങ്കിലും അള്ളാഹു ഗൊന്താവിടും. ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മോനുക്ക് ഉപദേശാക്കിയത് പരിശുദ്ധ ഖുർആനിൽ ചൊല്ലു. ഇൻതക്കു ഖുർആനിൽ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലു, നീ മോശമായ കാര്യ അത് എത്ര ചെറിയതാക്കിയെങ്കിലും ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്, നീ ഒരു പാറക്കല്ലുടെ ഉൾക പോയിട്ടാക്കി, അല്ലെങ്കിൽ ആകാശഭൂമിയിലെ എവിടമാ എല്ലാരെയും കണ്ണു തപ്പാട്ടി ആക്കിയെങ്കിലും അള്ളാഹു അതിരെ കാണ്ട നിക്കതക്ക് പ്രതിഫല അള്ളാഹു സുബ്ഹാനഹു വ തആല തണ്ടാൻ ചൊന്നിട്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പേടിക്കൊണായ, ഭയപ്പെടണായ, ചങ്കിക്കൊണായ അള്ളാഹുടെ മുന്നോളായിട്ടിക്കട്. അള്ളാഹു തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമെ ചൊന്തു, നീ യഥാർത്ഥത്തിൽ ചങ്കിക്കൊണായ അള്ളാഹുവിൽ നിന്ന് അള്ളാഹു ഒരു തപ്പാക്കുമ്പോ നിക്ക് ചങ്ക പറഞ്ഞു. സ്വന്തം അബ്ബടെ മുന്നോളൂ ആരെങ്കിലും തപ്പാക്കുവറ, അല്ലെങ്കിൽ സ്വന്തം ഉസ്താദിന്റെ മുന്നോളൂ ആരെങ്കിലും തപ്പാക്കുവറ, പേടിക്കിടർ, തപ്പുടെ ഭയപ്പെടുறாரு. അതേ സമയത്ത് അതൊക്കെ അർത്ഥമില്ല. യഥാർത്ഥത്തിൽ പേടിക്കൊണ്ടായേ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പടച്ച അള്ളാഹുടെ മുന്നോട് തപ്പാക്കിടത് നീ പേടിക്കണു. ഉസ്താദ് കാണില്ല, ബാപ്പ കാണില്ല, ഓക്കെ, അപ്പൊ ഞാൻ തപ്പാക്കിടല്ല. ബാപ്പയുടെ മുന്നിൽ ഞാൻ തപ്പാക്കില്ല, ഉസ്താദിന്റെ മുന്നിൽ തപ്പാക്കില്ല എങ്കിൽ ഇങ്ങളെയും പടച്ച ഇൻക്ക് ബഹുമാനം കൊടുത്ത എനിക്കത്തെ അള്ളാഹു തആല നിന്റെ കണ്ടുകൊണ്ടുള്ള. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എവിടെ ആയെങ്കിൽ ആറ് നിന്റെ നോക്കില്ലെങ്കിലും അള്ളാഹു നിന്റെ നോക്കിടാനുള്ള ബോധത്തിൽ തപ്പുടെ വിട്ടു നിൽക്കണോണ്ടാണ് ഈ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പാട്ട ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെ ഇന്നെങ്കിലും തഖ്വ വേണു, തപ്പുടെ വിട്ടു നിൽക്കണു, നല്ലത് മാത്രം ആക്കണു. അന്യ പെണ്ണ് ഫോൺ വിളിക്കൂ തീറ, ആർക്കും ഗൊന്താവില്ല. മൊബൈലിൽ നമ്പർ എടുത്തിട്ട് ഇന്നത്തെ യുവ സമൂഹം ഏറ്റവും കൂടുതൽ പയച്ചുകൊണ്ടുള്ള ഊടായിട്ടിക്കട്. ശാല കോളേജിൽ വിദ്യാഭ്യാസത്തെ പേരിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് ഇന്നത്തെ മോഡേൺ യുഗത്ത് എന്തായിടും ചൊന്നെങ്കിൽ നമുക്ക് പിന്നെ വളരെ ഏറ്റവും കൂടുതൽ പേടിക്കപ്പെട്ടിരിക്കത്തൊരവസ്ഥയാണ് ഇന്നത്തെ സമൂഹം എത്തിക്കൊണ്ടുള്ളത്. ശാല കോളേജിക്ക് എല്ലാവിധ സൗകര്യവും അബ്ബവും ആക്കി കൊടുക്കാറ്. മക്കൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ ATM കാർഡ് പോലെയാണ് ഇന്നത്തെ ഏകദേശ അബ്ബവും ആയോണ്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജാഗ്രത ആക്കുന്ന എനിക്കത്തെ ഒരു കാലമായിട്ട് ശാല കോളേജിൽ പോകണ്ടേ ഏതോ അന്യ പെണ്ണിനൊട്ടിക അന്യ ആണ്ടൊട്ടിക മുണ്ടേ സാധാരണ ബസ്സിൽ പോകുമ്പോൾ മാന്യന്മാർക്ക് വരെ ബസ്സിൽ പോകുന്നത് സാധ്യമില്ലാത്ത എനിക്കത്തൊരവസ്ഥ. എന്തേ? എഡ്യൂക്കേഷൻ്റെ പേരിൽ, ശിക്ഷണത്തെ പേരിൽ ശാല കോളേജിൽ പോകേണ്ട പെണ്ണുമക്കും ആണുമക്കും അങ്ങനെ അവസ്ഥയല്ല. സാധാരണ ബസ്സിലും സാർവജനിക സ്ഥലത്തിലും ഒരു ചങ്കയും ലജ്ജയും ഇല്ലാണ്ട് അങ്ങ് ആക്കട എനിക്കത്തെ അവസ്ഥയല്ല കാണുമ്പോൾ തക്കുവാൻ ചൊല്ലത്. ഹബീബായ നബി തങ്ങ ഹൃദയത്തിൽ ചൂണ്ടിക്കാട്ടി ചൊന്നെങ്കിത്ത തക്കുവ എവിടെ പോയിത്തിന് ചൊന്നിട്ടു
ഞങ്ങൾ ഒരു വേള ചിന്തിക്കണോളൂ. അതുകൊണ്ട് അന്യ പെണ്ണുകൾ ഫോൺ വിളിക്കണമെങ്കിൽ അവളുടെ ചിത്രം നോക്കണമെങ്കിൽ അവൾക്ക് മെസ്സേജ് ആക്കണമെങ്കിൽ അതുപോലെ പിന്നെ നെറ്റല്ല വൈഫൈ അല്ല ഭയങ്കര സുലഭത്തിൽ കിട്ടണമെങ്കിൽ ഒരു കാലമായിട്ട് കിടത്. ഈ കാലത്തിൽ നീള ചിത്ര ഫുള്ളു അവൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ആക്കിയിട്ടും അല്ലാണ്ടും നോക്കൂടെ ഏതൊരാൾക്കും അധിക ആൾമാറും അവൻ്റെ മൊബൈലിൻ്റെ ധൈര്യത്തിൽ പിന്നെ ഒരാളെ കയ്യിൽ കൊടുക്കും തീരില്ല. എന്തേ അവൻ്റെ മാനമര്യാദ എല്ലാം പോയി പോകുന്നുണ്ട്. അതൊക്കെ ലോക്ക് എത്ര വേണം, ലോക്കടുകൾക്ക് ലോക്ക് എത്ര വേണം, ആർക്കും ഗൊന്താവാത്ത പോലെ ലോക്ക് ഇട്ടിട്ട് ആർക്കും കാണാത്തവിടെ ഈ നീല ചിത്ര അതിലുള്ളെങ്കിത്തെ ഫോട്ടോസ് അന്യപ്പെണ്ണിൻ്റെ ചിത്ര ഇതെല്ലാം നോക്കണമെങ്കിൽ ഒരു സമൂഹമായിട്ട് ഇന്നത്തെ യുവ സമൂഹം അധിക ആൾമാറും മാറിയോണ്ടുള്ളാറ്. അതുപോലെ രണ്ട് കാതുകും പിന്നെ ഇയർഫോൺ കിട്ടുവാട്ടിട്ട് ഇന്നത്തെ പക്ഷിങ്ങ വരെ പാടാണ്ട് ഓടിപ്പോണ്ടുള്ള എന്താ ചൊന്നെങ്കിൽ മനുഷ്യന്മാർ ബാലക്കാരെ കാതുകളില എന്തരമ്മ ഒരു വയറ് അണ്ടുവാട്ടിട്ട് കാണ്ട് അങ്ങനെ കേൾക്കില്ല. പിന്നെ ഞങ്ങൾ പാടുறேன்னு ചൊന്നിട്ട് പക്ഷിങ്ങ വരെ പാടാണ്ട് ഓടിപ്പോണ്ടുന്ന് ചൊന്നിട്ട് ഞാണ്ടാരോ എഴുതിയെന്ന് ഞാൻ വായിച്ചിട്ടിന്ന്. അപ്പം അതുപോലെ രണ്ട് കാതുകും ഇയർഫോൺ അണ്ടുവാട്ടിട്ട് ഏതോ പാട്ട് ഹറാമായ പാട്ട് ഒരിക്കലും ഞങ്ങൾ കേട്ടുകൂടാ. ഇവിടെ എല്ലാ ഈ ഹദീസ് ഞങ്ങൾക്ക് നനപ്പ് വേണു. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെ ഇന്നെങ്കിലും അള്ളാഹുടെ ഭയപ്പെടണം. ഈ ഹദീസിൽ 3 പദമുണ്ട്. അതിൽ 3 വാക്യമുണ്ട്. ഒന്നാമത്തേതാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹു താല ഖുർആനിൽ ചെന്ന പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനവും ആദരവും അള്ളാഹുടെ മുന്നിൽ കിട്ടണുണ്ടായെങ്കിൽ അവനക്ക് തക്കുവ വേണം. തക്കുവ ഇന്നെങ്കിൽ മാത്രം ആദരവ്. അള്ളാഹുടെ മുന്നിൽ കളർ നോക്കിയിട്ട വർഗ നോക്കിയിട്ട വർണ്ണ നോക്കിയിട്ട ഒരിക്കലും പൈസ നോക്കിയിട്ട അള്ളാഹു സ്വീകരിക്കില്ല. നിന്റെ മനസ്സിൽ തക്കുവ ഉണ്ട, അള്ളാഹുടെ പേടിയുണ്ട എങ്കിൽ മാത്രമേ നിന്റെ സ്വീകരിക്കലേ. ഇണ്ട് പൈസ ഇന്നങ്ങൾക്ക് ബലയിക്കൂ. അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും ഭൗതികമായ രാഷ്ട്രീയ സ്ഥാനമാണ് ഇന്നങ്ങൾക്ക് ബലയിക്കൂ. യുഗത്തി ഒയൂബൽ മർഇ കസ്റത്തു മാലിഹി വസുദ്ദീഖ ഫീമാ ഖാല വഹുവ കദൂബു. ഒരു മനുഷ്യക്ക് ചെമ്മ സ്വത്ത് ഇന്നെങ്കിൽ അവൻ്റെ എല്ലാ ഐബുടെ മറച്ചു വെക്കൂ സാധ്യമാവുള്ളൂ. അവന് എത്ര കളവ് ചെന്നെങ്കിലും അതിൽ നേരിട്ട് നമുക്ക് ആളുണ്ട് കൂടെ. ദുനിയാവുടെ വിഷയമാണിത്. അതേസമയത്ത് അള്ളാഹുടെ മുന്നിൽ രക്ഷപ്പെടുന്നുണ്ടായെങ്കിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തഖ്വ ഉണ്ടാ എങ്കിൽ മാത്രമേ അള്ളാഹുടെ മുന്നിൽ രക്ഷപ്പെടുക സാധ്യ. പൈസ ഇന്ന ആളുകൾ രക്ഷപ്പെടുക സാധ്യയില്ല. എത്ര ബമ്പായെങ്കിലും ദുനിയാവുള്ളൂ അള്ളാഹുടെ മുന്നിൽ എത്തുമ്പോൾ അവൻ്റെ തൊലി ഊറപ്പെട്ട് ഇവിടെ കട്ട ആൾമാരിക്കുവാർ. അള്ളാഹുടെ പേടിയില്ലാണ്ട് ഇവിടെ മനുഷ്യന്മാർക്ക് ഉപ്പതരാക്കിയെങ്കിൽ ആൾമാരിൽ വെക്കുവാർ. ആ മനുഷ്യന്മാർ നാളെ ആഖിറത്തിൽ അള്ളാഹുടെ മുമ്പിൽ മഹ്ശറിലെത്തുമ്പോൾ കോടാനക്കോടി ആൾമാരെ മുന്നോളൂ അള്ളാഹു അങ്ങനെ പിടിച്ച് കേൾക്കട എല്ലാവരുടെ മുന്നിലും അങ്ങ് ഫലിയത്താവിടെങ്കിത്ത ഒരവസ്ഥ. ഇവിടെ കട്ട ആൾമാർ, ഭൂമി കട്ട ആൾമാർ, ബാക്കി എന്തെങ്കിലും കട്ടെങ്കിത്ത വഞ്ചനാക്കിയെങ്കിത്ത പൈസത്തിനും അല്ലാണ്ടും വഞ്ചനാക്കിയ ആൾമാർ നാളെ അവನು കട്ട അതേ സ്വത്തുരെ അവൻ്റെ തലയുടെ മേൽ പുറത്തുകൊണ്ട് വരുവാണ്ട. അവನು കോഴി കട്ടിട്ടിരുന്നാണെങ്കിൽ വണ്ട കട്ടിട്ടിരുന്നാണെങ്കിൽ അതുപോലെ പൈങ്ങളെ കട്ടിട്ടിരുന്നാണെങ്കിൽ അവന് നാളെ തലയിൽ വെച്ചുകൊണ്ട് ആഖിറത്തിൽ വണ്ട വരുമ്പോൾ ആൾമാർക്ക് കാണാണ്ടാണ് ചെന്നിട്ട് ഒണിച്ചിട്ട് പോണ്ട. പക്ഷേ അവൻ്റെ തലയിലുള്ള കോഴി ശബ്ദിക്കിട്, അവൻ്റെ തലയിലുള്ള പൈ അതുപോലെ ഒണ്ടെല്ലാം ശബ്ദിച്ചിട്ട് ബൊബ്ബയിടുമ്പോൾ ആൾമാർക്കെല്ലാം ഗൊന്താവിടും. അങ്ങനെ മുന്നിലാണ് ഫലിയത്താവിടാണ്ട. അതുകൊണ്ട് ദുനിയാവിൽ ബമ്പായിട്ട് കാര്യമില്ല. എത്ര വലിയ ബമ്പാണ് ഫിറഔൻ. അന റബ്ബുക്കുമുള്ള ആളാണ് ചൊന്നെങ്കിത്ത ആളാണ്. ആ ഫിറഔൻ്റെ അള്ളാഹു കടലിൽ വെച്ച് മുക്കിയ അവസാന സമയത്ത് അവന് റൂഹ് തൊണ്ടക്കുഴിക്ക് എത്തിയപ്പോൾ അവൻ ചൊന്ന ആമന്തു റബ്ബി മൂസാ നബിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചാണ്. പക്ഷെ അള്ളാഹ് ചൊന്ന ഈ വിശ്വാസം സ്വീകരിക്കില്ല എന്ന് ചൊന്നിട്ട് അവൻ്റെ മുക്കിക്കൊന്ന. അപ്പം ഏതായാലും അള്ളാഹുടെ മുന്നിൽ രക്ഷപ്പെടുന്നുണ്ടായെങ്കിൽ മനുഷ്യക്ക് തക്കുവ വേണം. പിന്നൊരു വിഷയം, അള്ളാഹുടെ പേടിക്കലവണു ഒരിക്കലും അവണു പിന്നെ പരാജയപ്പെടുക സാധ്യമേ ഇല്ല. അവನು അള്ളാഹുകെ ഓടണം. അള്ളാഹുടെ പേടിക്കലെങ്കത്തെ ആള് എല്ലാ തപ്പുടെയും വിട്ടു നിന്നിട്ട് അള്ളാഹുടെ മുട്ട ഓടിറങ്കത്തെ ഒരു അവസ്ഥ ഉണ്ടാവണം. പിന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ ചൊന്നിട്ട് ഏറ്റവും നല്ലൊരു കിതാബുണ്ട്. 4 ജുസ് ഉണ്ട്. അതിൽ ഇങ്ങനെ മനുഷ്യരുടെ മനസ്സ് ശുദ്ധിയാക്കലെങ്കത്തെ ഏറ്റവും നല്ല ഉപദേശം മറന്താണ് അതിൽ ഗസാലി ഇമാം ചൊല്ലെ. ആ കൂട്ടത്തിൽ ഗസാലി ഇമാം ചൊന്നൊരു പറക്കൊണ്ടു മൻ ഖാഫ ഷൈഅൻ ഹറബ മിൻഹു. ഒരാൾ ഒരു വസ്തുവിനെ പേടിച്ചിട്ടുണ്ടായെങ്കിൽ ആ വസ്തുവിനെ വിട്ടിട്ടാണ് ആ മനുഷ്യ ഓടുക. ഉദാഹരണത്തിന് മൻ ഖാഫ ഷൈഅൻ ഹറബ മിൻഹു. ഒരാൾ ഒരു സിംഹത്തെ പേടിച്ചിട്ടുണ്ടായെങ്കിൽ സിംഹത്തെ മുട്ടാറും പോണ്ടുള്ളേ. സിംഹത്തെ പേടിച്ചിട്ട് ഓടുക എന്നൊക്കെ സിംഹത്തെ മുട്ടത്തെ രക്ഷപ്പെടണമെന്ന് ചോന്നിട്ടു. അതുപോലെ ഒരാൾ ഭയങ്കരമായ തന്നി വന്നുകൊണ്ടുണ്ട്, സുനാമി വന്നുകൊണ്ടുണ്ടായെങ്കിൽ ബണ്ട പൊടക്കാറും ഓടില്ലേ, അതിൽ വിട്ടിട്ട് ഓടുക രക്ഷപ്പെടുക. ഒരു പക്കം തീ പിടിച്ചിട്ടുണ്ടായെങ്കിൽ ആ തീരെ വിട്ടിട്ട് രക്ഷപ്പെടുക, ദൂരെ ഓടുക. ഒരു പക്കം പാമ്പ് വന്നിട്ടുണ്ടായെങ്കിൽ ആ പാമ്പിടെ മുട്ട ഓടുകയല്ല, പാമ്പിടെ വിട്ടിട്ട് മനുഷ്യന്മാർ ഓടുറാറ്. അതേ സമയത്ത് ഒരാൾ അള്ളാഹുടെ പേടിക്കണുണ്ടായെങ്കിൽ ഒമൻ ഖാഫ അല്ലാഹ ഹറബ ഇലൈഹി മൻ ഖാഫ ഷൈഅൻ ഹറബ മിൻഹു
ഏതെങ്കിലും ഒരു വസ്തുവിനെ ദുനിയാവിൽ പേടിக்கிறവನು ಅದರ ಬುಟ್ಟು ಓಡಿಯಾಂಟಾಯಂಗೆ ಅಲ್ಲಾಹುಡೆ പേടിக்கிறವನಿಗೂ ಅಲ್ಲಾಹುಡೆ ಬುಟ್ಟು ಓಡೋದು ಸಾಧ್ಯ ಇಲ್ಲ. ಅಲ್ಲಾಹುಡೆ ಬುಟ್ಟು ಎവിടെ ಓಡಿയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പിടിക്കുക സാധ്യമാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹുടെ പേടിക്കടെ തഖ്വ ആക്കടങ്കെത്ത യഥാർത്ഥ മനുഷ്യ അഹറബ ഇലൈഹി അവൻ അള്ളാഹുടെ മുട്ടമേ അപ്പുറ ഓടണം. സിംഹത്തെ പേടിച്ചിട്ട് സിംഹത്തെ ബുട്ടിട്ട് ഓടിയ പോലെ അള്ളാഹുടെ പേടിച്ചിട്ട് അള്ളാഹുടെ ബുട്ടിട്ട് ഓടുകയാവില്ല, അള്ളാഹുടെ മുട്ടമേ ഓടണം. ഏതുപോലെ ചൊന്നെങ്കിൽ ചെറിയ കിടാവ്, ആ കിടാവ് ഉമ്മ എന്തിരമാ തപ്പാക്കിയപ്പോൾ നനിപ്പ അടിക്കിടാൻ ചൊന്നിട്ട് ബടിയെടുത്തെങ്കിൽ ഈ കിടാവ് അവസാനം ആക്കിടെ തിരുവനന്തപുരം ചൊന്നെങ്കിൽ എൻ്റെ ഉമ്മ നക്കടിക്കിട് എല്ലാവിധ സ്വാതന്ത്ര്യവും ധൈര്യവും അതുപോലെ കഴിവും ഉമ്മക്ക് നക്കടിക്കുക ഉമ്മക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഉമ്മയുടെ പിടുത്തത്തിൽ തൊട്ട് രക്ഷപ്പെടുമെന്നൊക്കെ സാധ്യയില്ല എന്ന് ചൊന്നൊരു വിചാരിച്ച ഈ കിടാവ് ആ ഉമ്മയുടെ അരകി പിടിച്ചിട്ട് രക്ഷപ്പെടുക നോക്കൂ. അതുപോലെ അള്ളാഹുടെ പേടിച്ച ആള് അള്ളാഹുടെ പിടുത്തത്തെ തൊട്ട് രക്ഷപ്പെടുക സാധ്യയില്ലാണ്ടായെങ്കിൽ അള്ളാഹുടെ മുട്ടമേ ഓടിട്ട് രക്ഷപ്പെടണം. അതിക്കാണ് തക്കുവ ചൊല്ലെ. ആ തക്കുവ ഇന്നെങ്കത്തെ ആള് ഒരിക്കലും തപ്പാക്കുക സാധ്യയില്ല. എപ്പോഴും നന്റെ അള്ളാഹു കാണ്ടാൻ ചൊല്ലെങ്കത്തെ ബോധത്തിൽ എവിടെ ആയെങ്കിലും ഞാൻ അള്ളാഹുടെ പേടിക്കൊന്നും ചൊല്ലെങ്കത്തെ വലിയ ബോധ അവന്റെ മനസ്സിൽ വണ്ട്. ഇതാണ് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത ഹദീസിലെ ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ വിശദീകരിച്ച്. ഇൻഷാ അല്ലാഹ് 2ഉം 3ഉം നാളെ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.